നമസ്കാരം. തിയറി ഓഫ് ഇക്വേഷൻസ് ആൻഡ് അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പറിൻ്റെ തേർഡ് മോഡ്യൂളായിട്ടുള്ള അബ്സ്ട്രാക്ട് ഓൾജിബ്രയുടെ തേർഡ് മോഡ്യൂളായിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പ്സിൻ്റെ കുറച്ച് സെക്ഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈക്ലിക് ഗ്രൂപ്പ്സിൻ്റെ സബ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സബ് ഗ്രൂപ്പ്സ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പിനെ കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുകയാണ്. ഒരു സബ് ഗ്രൂപ്പ് ഡയഗ്രാം ഒക്കെ വരയ്ക്കും, കുറച്ച് തിയറംസും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിട്ട്. ആദ്യം തന്നെ നമുക്ക് സബ് ഗ്രൂപ്പ്സ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഒരു തിയറം കാണാം. ഓക്കെ, സബ് ഗ്രൂപ്പ്സ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് തിയറം ഇതാണ്. നോക്കിയേ, ലെറ്റ് ജി ഈസ് ഈക്വൽ ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വെച്ചിട്ട് നമുക്ക് ജിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അങ്ങനെയാണ് നമ്മൾ ജി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നൊട്ടേഷൻ പറയുന്നത്. മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു. ലെറ്റ് ജി ഈസ് ഈക്വൽ ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ബി എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ. ഓർഡർ എൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇഫ് എം ബിലോങ്സ് ടു ഇസഡ്, ദാറ്റ് മീൻസ് എം ഇസ് എൻ ഇൻറ്റിജർ, ദെൻ എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു ഡി, where d is equal to gcd of m and n and a raised to m has order n by d. എന്താണ് ഈ തിയറം ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ജി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പാണ് ഓഫ് ഓർഡർ എൻ. അതായത് ജി എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. മാത്രമല്ല എയുടെ പവേഴ്സ് ആയിരിക്കും ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടാവുക. മാത്രമല്ല അതിൻ്റെ ഓർഡർ എൻ ആണ്. അതായത് ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും? എൻ എലമെൻറ്റ്സ് ഉണ്ടാകും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എൻ അല്ലേ? എ റേസ് ടു എൻ എന്ന് പറയുന്നത് ഇ ആണ്. അതാണ് ഓർഡർ എൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഏതൊരു ഏതൊരു എലമെൻറ്റ് എം എടുത്താലും, ഏതൊരു നമ്പർ എം എടുത്താലും എമ്മിൻ്റെയും എന്നിൻ്റെയും ജി സി ഡി, എം എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെയും ഈ ഓർഡർ എന്നിൻ്റെയും ജി സി ഡികൾക്കെല്ലാം ആ ജി സി ഡികളും അനുസരിച്ചിട്ടുള്ള എല്ലാ എലമെൻസിൻ്റെയും സൈക്ലിക് സബ് ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എ റേസ് ടു ഡികളും എ റേസ് ടു എമ്മുകളും സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 10 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ഓക്കെ, 10 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ആ 10 എന്ന് പറയുന്ന നമ്പറാണ് ഞാനിവിടെ എൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഇഫ് ഐ എം ടേക്കിംഗ് എം ടു ബി, ഫോർ എക്സാമ്പിൾ എമ്മിനെ ഞാനിപ്പോൾ ഒരു 18 ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. എം എന്ന് പറയുന്ന ഒരു സാധാ ഇൻറ്റിജർ. ദെൻ വി ക്യാൻ സേ ദാറ്റ് ജി സി ഡി ഓഫ് 18 ആൻഡ് 10, 18ൻ്റെയും 10ൻ്റെയും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണ്? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 2 എന്ന് പറയുന്നത് അല്ലേ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 2 ആണ്. ജി സി ഡി ഓഫ് 18 ആൻഡ് 10 ഈസ് 2. ദെൻ എ റേസ് ടു 18 എന്ന് പറയുന്നതും എ റേസ് ടു 2 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 18നും 10നും ജി സി ഡി 2 ആയിട്ടുള്ള വാല്യൂസാണ്. സോ എ റേസ് ടു 2 ആണ്. ഇനി അതുപോലെ തന്നെ ഞാൻ വേറൊരു നമ്പർ ഫോർ എക്സാമ്പിൾ 22 എടുത്തു എന്ന് വിചാരിക്കാം. എം എന്ന് പറയുന്നത് ഞാൻ 22 എടുത്തു, എം 22 എടുത്തു. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എമ്മും ഈ 10ഉം എന്താണ്? എഗെയിൻ 2 ആണ്. സോ എ റേസ് ടു 22ഉം എ റേസ് ടു 18ഉം എ റേസ് ടു 2ഉം എല്ലാം സെയിം ആണ്. അതായത് എന്നിനോട് ജി സി ഡി ഡി ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും എ റേസ് ടു ഡിയും ആ എ റേസ് ടു എമ്മുകളെല്ലാം സെയിം ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ തിയറം പറയുന്നത്. ആൻഡ് എ റേസ് ടു എമ്മിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ ബൈ ഡി എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഓർഡർ. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. നമുക്കൊരു ഗ്രൂപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സബ് ഗ്രൂപ്പുകളെ നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കാൻ, എത്ര സബ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു തിയറമാണിത്. അത് നമുക്ക് സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാകും. നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് തന്നേക്കുന്നത് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ജി എന്ന് പറയുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. അതായത് എയുടെ പവേഴ്സ് ആയിട്ടായിരിക്കും ജിയിലുള്ള എലമെൻറ്റ്സ് എല്ലാം. വേറെ x is an element of integers and a raised to n is equal to e because we are given the order of g is equal to n. അതായത് a raised to n എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡെഫിനിഷനിൽ നിന്ന് കിട്ടും. നമുക്ക് കാണിക്കാനുള്ളത് എന്താണ്? എം എന്ന് പറയുന്ന ഏതൊരു ഇൻറ്റിജർ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ആണ്. നമുക്ക് കാണിക്കാനുള്ളത് എന്താണ്? ഏതൊരു ഡിയുടെയും ജി സി ഡി ഓഫ് എം ആൻഡ് എന്നിൻ്റെയും ഏതൊരു ഡിയുടെയും എ റേസ് ടു എമ്മും എ റേസ് ടു ഡിയും സെയിം ആണെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു എമ്മും സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു ഡിയും സെയിം ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഇത് രണ്ടാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ 2 സെറ്റുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്ലേ? ദിസ് ഇസ് എ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു എം ആൻഡ് ദിസ് ഇസ് എ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു ഡി. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു സെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും സെറ്റ് ഈക്വൽ ആണെന്ന് കാണിക്കാനാണ് നമുക്ക് പോയി കാണിക്കേണ്ടത്. 2 സെറ്റുകൾ ഈക്വൽ ആണെന്ന് കാണിക്കാൻ എന്താണ് കാണിക്കുക? സെറ്റ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. അതായത് ഇതിലുള്ള ഒരു എലമെൻറ്റ് ഇതിലുണ്ടെന്ന് കാണിക്കും, ഇതിലുള്ള ഒരു എലമെൻറ്റ് ഇതിലുണ്ടെന്ന് കാണിക്കും. അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എ റേസ് ടു ഡിയിലുള്ള എലമെൻറ്റ് ഇപ്പുറത്ത് എന്തെന്നൊക്കെ കാണിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ പോകണമെന്ന് നോക്കാം.
ഡി ഡിവൈഡ്സ് എം. നമ്മൾ ഓൾറെഡി അറിയാം ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ആണ്. അതായത് ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അതായത് എമ്മിനെയും എന്നിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പറാണ് ഡി. സോ ദാറ്റ് മീൻസ് ഡി ഡിവൈഡ്സ് എം ആൻഡ് ഡി ഡിവൈഡ്സ് എൻ. സോ ഡി ഡിവൈഡ്സ് എം എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ എമ്മിനെ എനിക്ക് കെ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. വേർ കെ ഈസ് ആൻ അനദർ ഇൻറ്റിജർ. ഓക്കെ, ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണ്, ഡിയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആണ് കെ എന്ന് പറയാൻ സാധിക്കും. സോ വാട്ട് അബൌട്ട് കെ എ റേസ് ടു എം? എ റേസ് ടു എം എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ റേസ് ടു കെ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ റേസ് ടു ഡി ദ ഹോൾ റേസ് ടു കെ. ശരിയല്ലേ? ബിക്കോസ് എ റേസ് ടു ഡി ദ ഹോൾ റേസ് ടു കെ ഈസ് എ റേസ് ടു ഡി കെ ഓർ എ റേസ് ടു കെ ഡി, ദാറ്റ് ഈസ് എ റേസ് ടു എം. സോ ദാറ്റ് മീൻസ് എ റേസ് ടു എം ഈസ് നത്തിങ് ബട്ട് ദ കേത്ത് മൾട്ടിപ്പിൾ ഓഫ് എ റേസ് ടു ഡി. എ റേസ് ടു എം എന്ന് പറയുന്നത് കേത്ത് മൾട്ടിപ്പിൾ ഓഫ് എ റേസ് ടു ഡി. എ റേസ് ടു ഡി എന്ന് പറയുന്നത് എന്തായാലും ഒരു വാല്യൂ ഇൻ ദിസ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? നമുക്ക് ഗ്രൂപ്പിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും എ റേസ് ടു ഡി. ബിക്കോസ് എല്ലാ ഇൻറ്റിജർ പവേഴ്സുകളും എയുടെ എല്ലാ ഇൻറ്റിജർ പവേഴ്സും ഗ്രൂപ്പിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എ റേസ് ടു ഡി എന്ന് പറയുന്നത് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലുള്ള എലമെൻറ്റിൻ്റെ ഒരു കേത്ത് പവറാണ് എ റേസ് ടു എം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ റേസ് ടു ഡി എന്ന് പറയുന്ന എ റേസ് ടു ഡി ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് ആയിരിക്കും എ റേസ് ടു എം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ശരിയല്ലേ? ബിക്കോസ് എ റേസ് ടു ഡിയുടെ പവേഴ്സുകളെല്ലാം എന്തിലുണ്ട്? സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു ഡിയിലുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് നത്തിങ് ബട്ട് ദിസ് ഇസ് എ സെറ്റ് ഓഫ് ഓൾ എ റേസ് ടു ഡി ദ ഹോൾ റേസ് ടു വൈ, വേർ വൈ ഈസ് ആൻ ഇൻറ്റിജർ. അതായത് എ റേസ് ടു ഡിയുടെ ഇൻറ്റിജർ പവേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ളത് അല്ലെങ്കിൽ ഈ സെറ്റിലുള്ളത് അല്ലേ? ഇവിടെ ഡി ആണ്, സോറി, എ റേസ് ടു കെ അല്ല, എ റേസ് ടു ഡി ആണ്. എ റേസ് ടു ഡിയുടെ ഇൻറ്റിജർ പവേഴ്സാണ് ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ എ റേസ് ടു ഡിയുടെ ഒരു ഇൻറ്റിജർ പവറാണ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? എ റേസ് ടു എം. ദാറ്റ് മീൻസ് എ റേസ് ടു എം ബിലോങ്സ് ടു എ റേസ് ടു ഡി. സോ ദാറ്റ് മീൻസ് ദിസ് സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് വൺ. ബിക്കോസ് എ റേസ് ടു എം എന്തിലുണ്ട്? ഈ സെറ്റിലുണ്ട്. അപ്പോൾ എ റേസ് ടു എം ഇതിലുണ്ടെങ്കിൽ ഈ സെറ്റ്, അതായത് എ റേസ് ടു എം കൺസിസ്റ്റ് ചെയ്യുന്ന സെറ്റ് ഇതിൻ്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാം. ഇനി തിരിച്ച് എ റേസ് ടു ഡി ഇതിലുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തിയറം കഴിഞ്ഞു. അതെങ്ങനെയാണ് കാണിക്കണമെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് കാണിക്കുന്നത്? ഡി എന്ന് പറയുന്നത് ജി സി ഡി ഓഫ് എം ആൻഡ് എൻ ആണ്. നമുക്ക് ഓൾറെഡി നമ്പർ തിയറി വെച്ചിട്ട് എന്ത് എഴുതാൻ സാധിക്കും? വി ക്യാൻ ഫൈൻഡ് ടു ഇൻറ്റിജേഴ്സ് എസ് ആൻഡ് ടി സച്ച് ദാറ്റ് ഡി ഈസ് ഈക്വൽ ടു എസ് എം പ്ലസ് എൻ ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ ജി സി ഡിനെ നമുക്ക് ഈ എമ്മിൻ്റെയും എന്നിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും യൂസിങ് ടു ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്പർ തിയറിയിൽ പഠിക്കുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. ജി സി ഡിനെ നമുക്ക് ഇൻറ്റിജേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ സാധിക്കും. സോ ഇഫ് ഡി ഈസ് ഈക്വൽ ടു ജി സി ഡി ഓഫ് എം ആൻഡ് എൻ, then we can write d to be sm plus tn, where s and t are integers. That means a raised to d എന്ന് പറയുന്നത് എന്ത് വരും? a raised to sm plus a raised to tn, just substituting for d. Or a raised to sm plus a raised to tn എന്ന് എനിക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും, a raised to sm into a raised to tn അല്ലേ? a raised to sm into a raised to tn പവർ റൂൾ വെച്ചിട്ട് a raised to sm into a raised to tn ആണ് എന്തെന്ന് പറയുന്നത്? a raised to sm plus tn. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എസ് എമ്മിനെ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എസ്. ഇപ്പോൾ നേരത്തെ എഴുതിയ മാതിരി എ റേസ് ടു എസ് എം ക്യാൻ ബി റിട്ടൺ ആസ് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എസ്. ആൻഡ് സിമിലർലി എ റേസ് ടു ടി എൻ ക്യാൻ ബി റിട്ടൺ ആസ് എ റേസ് ടു എൻ ദ ഹോൾ റേസ് ടു ടി. ശരിയല്ലേ? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എസ് ആണ് എ റേസ് ടു എസ് എം, എ റേസ് ടു എൻ ദ ഹോൾ റേസ് ടു ടി ആണ് എ റേസ് ടു ടി എൻ. സോ ദാറ്റ് മീൻസ് എ റേസ് ടു എസ് എം പ്ലസ് എൻ ടി ക്യാൻ ബി റിട്ടൺ ആസ് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു എൻ ദ ഹോൾ റേസ് ടു ടി. പക്ഷേ എ റേസ് ടു എൻ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയാണ്. ആൻഡ് ഐഡൻറ്റിറ്റി റേസ് ടു ടി ഈസ് നത്തിങ് ബട്ട് ഐഡൻറ്റിറ്റി ഇറ്റ് സെൽഫ്. സോ ഈ സബ്സെറ്റ്, അതായത് ഈ രണ്ടാമത്തെ സാധനം മൊത്തം എന്തായിട്ട് മാറുന്നു? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് മാറുന്നു. ദിസ് ഇസ് നത്തിങ് ബട്ട് ഐഡൻറ്റിറ്റി ഇറ്റ് സെൽഫ്. സോ എ റേസ് ടു ഡി ഈസ് നത്തിങ് ബട്ട് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എസ് എന്ന് നമുക്ക് കിട്ടും. അതിന് കാരണം എന്താണ്? എ റേസ് ടു എൻ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. ബിക്കോസ് എ ഇസ് ആൻ cyclic subgroup. A is a generator of the cyclic subgroup G with order n. So a raised to n is equal to e. And e raised to t ഐഡൻറ്റിറ്റീനെ എത്ര പ്രാവശ്യം പവർ എടുത്താലും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയോട് എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്താലും നമുക്ക് ഐഡൻറ്റിറ്റി തന്നെയാണ് കിട്ടുന്നത്. So this is identity and you will get finally a raised to ms or a raised to m the whole raised to s. അപ്പോൾ a raised to mൻ്റെ പവറാണ് എ റേസ് ടു ഡി എന്ന് വീണ്ടും നമുക്ക് ഇവിടെ കിട്ടി. എ റേസ് ടു എമ്മിൻ്റെ പവറാണ് എ റേസ് ടു ഡി എങ്കിൽ എ റേസ് ടു എമ്മിൻ്റെ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു എമ്മിൽ എന്തുണ്ടാവും? എ റേസ് ടു ഡി ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് എ റേസ് ടു ഡി സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ റേസ് ടു ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എ റേസ് ടു എം. ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? എ റേസ് ടു എം ഈസ് ഈക്വൽ ടു എ റേസ് ടു ഡി. ഇതാണ് നമുക്ക് കാണിക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? രണ്ട് എലമെൻസിൻ്റെ രണ്ട് നമ്പേഴ്സിൻ്റെ എന്നിൻ്റെയും എമ്മും എം എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. ആ എമ്മും എന്നിനോടുള്ള എമ്മിൻ്റെ ജി സി ഡി, ആ രണ്ട് നമ്പേഴ്സിൻ്റെയും സൈക്ലിക് സബ് ഗ്രൂപ്പുകൾ എ റേസ് ടു എമ്മും എ റേസ് ടു ഡിയും
എമ്മും അതിൻ്റെ എന്നിൻ്റെ ജി സി ഡിൻ്റെയും പവേഴ്സുകൾ, ആ എയുടെ പവേഴ്സുകൾ അതെല്ലാം ഉണ്ടാക്കുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് സെയിം ആയിരിക്കും. ഇത് കൺസെപ്റ്റ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ പ്രാക്ടിക്കൽ വാല്യൂ അതെന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നോ വാട്ട് ഈസ് ഓർഡർ ഓഫ് എ? ഓർഡർ ഓഫ് എ n ആണ്, അതായത് a⁻n e ആണെന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും a⁻d⁴n/d. ശരിയല്ലേ? a⁻d⁴n/d എന്ന് പറയുന്നതിന് a⁻n എന്ന് എഴുതാൻ സാധിക്കും. സോ a⁻d-യുടെ n/dth പവറാണ് e, അല്ലേ? a⁻d-യുടെ n/dth പവർ e ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ n/d ഈസ് എ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ n. സോ n/dth പവർ a⁻d-യുടെ n/dth പവർ e ആണെങ്കിൽ then what will be the order of a⁻d? Order of a⁻d will be n/d. a⁻d-യുടെ ഓർഡർ n/d ആകും. സോ ദാറ്റ് മീൻസ് a⁻d-യുടെ ഓർഡർ n/d ആണെങ്കിൽ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ a⁻d-യുടെ പവർ എന്തായിരിക്കും? n/d ആയിരിക്കും. അതായത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ a⁻m-ൻ്റെ പവറും സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ a⁻m-ൻ്റെ ഓർഡറും എന്തായിരിക്കും? n/d ആയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. കാരണം കൺസെപ്റ്റ് വൈസ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ, അതായത് ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നത്. ഒന്നുകൂടി വീഡിയോ ഒന്നുകൂടിയും ആദ്യം മുതൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് തറവാം. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്ത സപ്പാർട്ടിലേക്ക് പോകാം. നമുക്ക് സെക്കൻഡ് തിയറം ഒരെണ്ണം പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ തിയറം പറയുന്നത് ഇതാണ്. Let G is equal to cyclic subgroup generated by A, finite of order n. This is finite subgroup of order n. Then a⁻k generates G if and only if GCD of K and n equal to 1. അതായത് GCD of Kയും Nഉം 1 ആണെങ്കിൽ അതെല്ലാം ജനറേറ്റേഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. And H is a subgroup of G if then H is equal to a⁻k for some divisors of n. And m and k are divisors of n, then a⁻m subset of a⁻k if and only if k divides. ജസ്റ്റ് കൊറോളറി ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇതിലേക്കും നോക്കേണ്ട ആവശ്യമില്ല. മറ്റേ തിയറത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. കൊറോളറി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതിൻ്റെ പ്രൂഫ് പറയുമ്പോൾ പറയും. ആദ്യം പറയാനുള്ളത് ജി എന്ന് പറയുന്നത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറേറ്റ് ആൻഡ് ഫൈനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർഡർ n ആണ്. ഇനി നമുക്ക് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻k ജനറേറ്റ്സ് G ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് K ആൻഡ് n ഈസ് ഈക്വൽ ടു 1. അതായത് a⁻kയും Gനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ Kയുടെയും ഈ n-ൻ്റെയും GCD എന്തായിരിക്കണം? 1 ആയിരിക്കണം. അതെങ്ങനെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് നോക്കാം. സപ്പോസ് നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സപ്പോസ് a⁻k ജനറേറ്റ്സ് G, അതായത് എനെ കൂടാതെ എയുടെ kth പവറും Gനെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് സപ്പോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ Gയുടെയും Kയുടെയും n-ൻ്റെയും GCD 1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തിരിച്ചും പ്രൂവ് ചെയ്യണം. അതായത് Kയുടെയും n-ൻ്റെയും GCD 1 ആണെങ്കിൽ a⁻k ജനറേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് പതുക്കെ പറയാം. അപ്പോൾ a⁻k ജനറേറ്റ്സ് G ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് G ഈസ് ഈക്വൽ ടു a⁻k, ഇറ്റ് ഈസ് ഈക്വൽ ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ഇറ്റ്സെൽഫ്. അതായത് എ എന്ന് പറയുന്ന എന്തിലുണ്ട്? a⁻kയുടെ പവേഴ്സിൻ്റെ സെറ്റിലുണ്ട്. ദാറ്റ് മീൻസ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് a⁻k. ഇനി ഓർഡർ n ആയത് കാരണം എ എന്ന് പറയുന്നത് a⁻kയുടെ പവേഴ്സിലുണ്ട്, അല്ലെങ്കിൽ a⁻1 എന്ന് പറയുന്നത് a⁻kയുടെ പവേഴ്സിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ കെയുടെ പവേഴ്സ് ഏതോ ഒരെണ്ണം 1നോട് ഈക്വൽ ആണ് മോഡുലോ n. ദാറ്റ് മീൻസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു k ഇൻറ്റു t മോഡുലോ n വെർ t ഈസ് ആൻ ഇൻറ്റിജർ. കാരണം എന്താണ്? a⁻1 എന്തിലുണ്ട്? a⁻kയുടെ പവേഴ്സിൻ്റെ സെറ്റിലുണ്ട്. അപ്പോൾ a⁻1 a⁻kയുടെ പവേഴ്സിൻ്റെ സെറ്റിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു k ഇൻറ്റു ടി മോഡുലോ n, ഓർ ഇങ്ങനെ എഴുതാൻ നമുക്ക് സാധിക്കും. മോഡുലോ n 1ഉം k ഇൻറ്റു ടിയും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഇവിടെ ഫൈനൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫൈനൈറ്റ് ആയത് കാരണം 1ഉം k ടിയും മോഡുലോ n-ൽ ഈക്വൽ ആണ്. ഇത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ മതി. സോ ദാറ്റ് മീൻസ് 1 കോൺഗ്രുവൻറ്റ് ടു kt mod n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? n ഡിവൈഡ്സ് 1 മൈനസ് kt. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ n ഡിവൈഡ്സ് 1 മൈനസ് kt, or 1 ഈസ് ഈക്വൽ ടു kt പ്ലസ് nq, വെർ q ഈസ് സം എനി അതർ ഇൻഡിജർ. കാരണം 1 ഡിവൈഡ്സ് n മൈനസ് kt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം? 1 മൈനസ് kt ഈസ് ഈക്വൽ ടു സം n ഇൻറ്റു q എന്ന് എഴുതാം, ഓർ 1 ഈസ് ഈക്വൽ ടു kt പ്ലസ് nq എന്ന് എഴുതാം. അപ്പോൾ 1 ഈക്വൽ ടു kt പ്ലസ് nq ആണെങ്കിൽ kയും n-ഉം റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ദിസ് ഈസ് ഓൾസോ അനദർ തിയറം ഫ്രം നമ്പർ തിയറി.
നമ്പർ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട് 1 എന്ന് പറയുന്നതിനെ കെയുടെയും എന്നിൻ്റെയും ലീനിയർ പവറായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ കെയും എന്നും എന്തായിരിക്കും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും, ഓർ ദർ GCD ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ടും a⁻k ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ GCD 1 ആണെന്നുള്ളത് നമുക്ക് ട്രിവിയലായിട്ട് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ GCD എന്നിൻ്റെയും കെയുടെയും GCD 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, കെ എന്ന് പറയുന്ന ഇനി നമ്പർ കെയുടെയും എന്നിൻ്റെയും GCD 1 ആണെങ്കിൽ a⁻1ഉം a⁻kയും ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പുകൾ സെയിം ആണ് എന്നുള്ളതാണ് മുമ്പത്തെ തിയറം. അപ്പോൾ a⁻1ഉം a⁻kയും ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പുകൾ സെയിം ആണ്. സോ ദാറ്റ് മീൻസ് a⁻kയും എന്തിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ജീനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ട്രിവിയൽ ആയിട്ടുള്ള കാര്യമാണ്. എബവ് തിയറത്തിൽ നിന്ന്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തിയറത്തിൽ നിന്ന് ഒറ്റയടിക്ക് പറയുന്നതാണ്. നമുക്കിവിടെ മാത്രമേ ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുള്ളൂ. ഓക്കെ, അടുത്തത് ഇനി പ്രൂവ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. If H is any subgroup of G, then H is a cyclic subgroup generated by a⁻k for some divisors of n. അതായത് H എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും H സൈക്ലിക് ആയിരിക്കുമല്ലോ. H സൈക്ലിക് ആയിരിക്കും ബിക്കോസ് എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഇസ് സൈക്ലിക്. G സൈക്ലിക് ആണെന്ന് തന്നിട്ടുണ്ട്. സോ H is also cyclic. That means H is equal to cyclic subgroup generated by a⁻m, where m is the smallest integer such that a⁻m belongs to H. ഇത് നമ്മുടെ സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക് എന്ന് പറയുന്ന തിയറത്തിൻ്റെ പ്രൂഫിൽ നിന്ന് കിട്ടുന്നതാണ്. മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. സബ് ഗ്രൂപ്പ് ജനറേറ്റ് ഓഫ് എ സൈക്ലിക് സബ് ഗ്രൂപ്പ് ഈസ് ഓൾസോ സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഓൾസോ സൈക്ലിക് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഇത്രയും ഭാഗം കിട്ടുന്നത്. അപ്പോൾ H എന്ന് പറയുന്നത് a⁻m ആണെങ്കിൽ a⁻m-ൻ്റെയും n-ൻ്റെയും m-ൻ്റെയും കൂടെ GCD, ദാറ്റ് മീൻസ് a⁻d-യും a⁻m-നും ഈക്വൽ ആണെന്ന് മുമ്പത്തെ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് D? D ഈസ് ദ GCD ഓഫ് m and n. ഇത് നമ്മുടെ മുമ്പത്തെ തിയറത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ തിയറത്തിൽ H എന്ന് പറയുന്നതും a⁻d എന്ന് പറയുന്നതും സെയിം ആണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, വേർ D ഈസ് എ GCD ഓഫ് m and n. G ഈസ് എ GCD ഓഫ് m and n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D m-നെയും ഡിവൈഡ് ചെയ്യും, D n-നെയും ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് D divides m and D divides n. D divides m and D divides n. അങ്ങനെയാണെങ്കിൽ ഡിയുടെ ഡിവൈസേഴ്സിൻ്റെ GCDകൾ ഡിയുടെ ഡിവൈസേഴ്സിൻ്റെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് H. ഡിയുടെ എന്നിൻ്റെ ഡിവൈസേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് Hനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് H എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ഓഫ് G ആണെങ്കിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ ഡിവൈസേഴ്സിൻ്റെ പവേഴ്സ് ആയിരിക്കും. a⁻, ആ ഡിവൈസസിൻ്റെ പവേഴ്സ് ആയിരിക്കും H എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ m ഡിവൈഡ്സ് n-ഉം k ഡിവൈഡ്സ് n-ഉം, അതായത് m-ഉം k-യും n-ൻ്റെ ഡിവൈസേഴ്സ് ആണെങ്കിൽ then a⁻m will be a subset of a⁻k if and only if k divides m. a⁻m എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് a⁻kയുടെ സബ് ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, k m-നെ ഡിവൈഡ് ചെയ്യണം. ഇതും ട്രിവിയലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു സൈഡ് അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്, a⁻m ഡിവൈഡ്സ് m-ഉം k-യും ഡിവൈസസ് ഓഫ് n ആണെങ്കിൽ a⁻m and a⁻k ആർ സബ് ഗ്രൂപ്പ്സ് ഓഫ് k, ആൻഡ് ഇഫ് k divides m ആണെങ്കിൽ a⁻m is a subset of a⁻m can be written as a⁻k the whole raised to q, or cyclic subgroup generated by a⁻m is equal to cyclic subgroup generated by a⁻k. ഇത് ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് k divides m ആയത്. തിരിച്ചുള്ളത് എങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും, a⁻m is a subset of a⁻k എങ്കിൽ if this is a subset of this one then a⁻m belongs to a⁻k. a⁻m എന്ന് പറയുന്ന എലമെൻറ്റ് എന്തിലുണ്ടാവും, ഈ സെറ്റിൻ്റെ ഉള്ളിലുണ്ടാവും. കാരണം ഇതിനുള്ള എലമെൻ്റ് അല്ലേ ഇത് ഇതിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ ഇതിലുള്ള എല്ലാ എലമെൻസിലും ഇതിലുണ്ടാവും. സോ ദാറ്റ് മീൻസ് a⁻m ഇതിലുണ്ടാവും. a⁻m ഇതിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി mth പവർ ഇസ് നത്തിങ് ബട്ട് മൾട്ടിപ്പിൾസ് ഓഫ് k. നമ്മളിപ്പോൾ 1ൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ mth പവറുകളെല്ലാം kയുടെ മൾട്ടിപ്പിൾസ് ആയിരിക്കും മോഡുലോ n. സോ m is equal to kt mod n. m is equal to kt mod n can be written as m is equal to kt plus nq. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി n divides m minus kt എന്ന് എഴുതാൻ സാധിക്കും, or m minus kt is equal to q into n എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും, or m is equal to kt plus nq എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് k divides n എന്ന് ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ kനെയും ഡിവൈഡ് ചെയ്യും, k n-നെയും ഡിവൈഡ് ചെയ്യും. അതായത് ഇതിനെ രണ്ടെണ്ണത്തിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണ് k എന്ന് പറയുന്നത്. kനെ ഡിവൈഡ് ചെയ്യും, ട്രിവിയലാണ്. k n-നെയും ഡിവൈഡ് ചെയ്യും. സോ ദാറ്റ് മീൻസ് n by k is an integer. സോ
കെ എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ദാറ്റ് മീൻസ് കെ ഇൻറ്റു സം ഇൻറ്റിജർ ആയിരിക്കും എം എന്ന് പറയുന്നത്. കെ ഇൻറ്റു സം ഇൻറ്റിജർ ആണ് എം എങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? കെ ഡിവൈഡ്സ് എം. ഇതും ട്രിവിയൽ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കൊറോളറിയാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. കുറച്ച് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ഇതൊക്കെ വച്ചിട്ട് സബ് ഗ്രൂപ്പ് ഡയഗ്രം എന്ന് പറയുന്നത് വരയ്ക്കാനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. സബ് ഗ്രൂപ്പ് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സുകളെ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. Z12 എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രം വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. Z12 അറിയാം, Z12 എന്ന് പറയുന്നത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 ആണ്. മാത്രവുമല്ല നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു ഒരു എലമെൻറ്റിൻ്റെ Zn-ൻ്റെ ഇതിൻ്റെ ഓർഡർ എന്താണ്? ഇതിൻ്റെ ഓർഡർ 12 ആണ് അല്ലേ? Z12ൻ്റെ ഓർഡർ 12 ആണ്. 12നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും എന്തിനെ ജനറേറ്റ് ചെയ്യും? ഈ 12നെ നമ്മൾ ജനറേറ്റ് ചെയ്യണം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ബിക്കോസ് വി ടോൾഡ് ദാറ്റ് a raised to k generates g if and only if GCD of k and n equal to 1. അതായത് 12നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സുകളും ഇവിടെ എന്തായിരിക്കും? ജനറേറ്റേഴ്സ് ആയിരിക്കും. സോ 5 എന്ന് പറയുന്നതും ജനറേറ്ററാണ്, 7 എന്ന് പറയുന്നതും ജനറേറ്ററാണ്, 11 എന്ന് പറയുന്നതും ജനറേറ്ററാണ്. ഓക്കെ, അപ്പോൾ 1 മുതൽ 12 വരെ, അതായത് 11 വരെയുള്ള നമ്പേഴ്സിൽ 0 മുതൽ 11 വരെയുള്ള നമ്പേഴ്സിൽ 0 എന്തായാലും ജനറേറ്റ് ചെയ്യില്ല. 0 ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ഏതാണ്? 0 തന്നെയാണ്. 1 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 11 കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളുടെ നമ്പേഴ്സ് കഴിഞ്ഞു. ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ സബ് ഗ്രൂപ്പ്സുകൾ എന്താണെന്നുള്ളത് നോക്കാം. 2ൻ്റെ സബ് ഗ്രൂപ്പ്സ്. സോ 2 സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 0, 2, 4, 6, 8. And cyclic subgroup generated by 3, that is 0, 3, 6, 9. ഇത് നമുക്ക് ട്രിവിയൽ ആയിട്ട് വരുന്നതാണ്. ഇനി സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4, അത് ഏതായിരിക്കും? 0, 4, 8. പക്ഷേ GCD ഓഫ് 4ഉം 12ഉം ആൻഡ് GCD ഓഫ് 8ഉം 12ഉം സെയിം ആണ്. ശരിയല്ലേ? GCD ഓഫ് 4ഉം 12 ഏതാ? 4. GCD ഓഫ് 8 ആൻഡ് 12 4. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് എലമെൻസിൻ്റെ GCDs സെയിം ആണെങ്കിൽ, ഇഫ് ദർ GCDs ആർ സെയിം, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ തിയറം എന്താണ്? A raised to m ഉം A raised to d ഉം സെയിം ആണ് if d is the GCD of m and n. ഈ തിയറം വച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? GCD of 4 and 12 is same as GCD of 8 and 12. So what will be cyclic subgroup generated by 8? That is same as cyclic subgroup generated by 4. അല്ലേ? 8 എന്ന് പറയുന്ന ഒരു നമ്പറാണ്, 4 എന്ന് പറയുന്നത് n ആണ്, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് 12 ആണ്, GCD d എന്ന് പറയുന്നത് 4 ആണ്, ആൻഡ് m എന്ന് പറയുന്നത് 8 ആണ്. ഈ ഇത് മൂന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് തിയറം കൊണ്ട് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ m ഈസ് ഈക്വൽ ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ d എന്നാണ് നമ്മളുടെ തിയറം പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ തിയറം പറയുന്നത്. സോ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 ഈസ് സെയിം ആസ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8. നമ്മൾ അതാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 കഴിഞ്ഞു, 5ൻ്റെ ഓൾറെഡി നമ്മളിവിടെ കഴിഞ്ഞതായിരുന്നു. ഇനി 6 കൊണ്ട് ജനറേറ്റ് ചെയ്യാവുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ്സുകൾ, അതായത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 6 എടുത്തു. 7 ഓൾറെഡി നമ്മുടെ കഴിഞ്ഞതാണ്, 8 ഇവിടെ കഴിഞ്ഞു. ഇനി വാട്ട് അബൌട്ട് 9? സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 9ൻ്റെ പ്രത്യേകത എന്താണ്? 9ൻ്റെയും 12ൻ്റെയും GCD എന്താണ്? 3 ആണ്. വിത്ത് ഇസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 9 and 12 ടുഗെദർ, ആൻഡ് ദാറ്റ് ഈസ് സെയിം ആസ് GCD ഓഫ് 3 and 12. സോ വാട്ട് വിൽ ബി സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 9? ഇറ്റ് ഈസ് സെയിം ആസ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3. നമ്മളിവിടെ എന്തെടുക്കണം? n 12 ആയിട്ടും d 3 ആയിട്ടും m 9 ആയിട്ടും എടുത്തു നോക്കുക. ഫസ്റ്റ് തിയറം വഴി സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 9 വിൽ ബി ഈക്വൽ ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3. അപ്പം 9ഉം കഴിഞ്ഞു. ഇനി 10 മാത്രമേ ബാക്കിയുള്ളൂ. 10ഉം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് GCD ഓഫ് 10 and 12 ഈസ് ഈക്വൽ ടു GCD ഓഫ് 2 and 12. സോ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 10 വിൽ ബി ഈക്വൽ ടു സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 12. So in total, how many subgroups are there for Z12? We have only 1, 2, 3, 4, 5 subgroups. അതിൻ്റെ സബ്ഗ്രൂപ്പ് ഡയഗ്രാം ആണിത്. ഏറ്റവും താഴെയാണ് സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ദി ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉള്ളത്. ഇനി ഇതിലുള്ള എലമെൻറ്റ്സ് എല്ലാം സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 6, അത് ഇതാണ് 2 എലമെൻറ്റ്സ് ഉള്ള സെറ്റ്. അത് തന്നെയാണ് സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 എന്ന് പറയുന്നതും. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഈ 4 എലമെൻറ്റ്സ്. എന്തായാലും ഇത് ഇതിനുള്ളിലുള്ള സെറ്റല്ല, ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റല്ല. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. പക്ഷേ ഇതിൽ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സബ് ഗ്രൂപ്പ് ഉണ്ട്, അതേതാണ്? 0. ഇനി ഈ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 4 എന്ന് പറയുന്നത് 0ഉം 4ഉം 8ഉം എന്തിലുണ്ട്? ഈ സെറ്റിലുണ്ട്. സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ
സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 6 എന്ന് പറയുന്നത് എന്തിലുണ്ട്? അതും ഈ സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2-ലുണ്ട്. ദാറ്റ് മീൻസ് cyclic subgroup generated by 4 and 6 are subgroups of 2. And cyclic subgroup generated by 6 is also a subgroup of 3 because 0, 6 മാത്രം ഉള്ളതാണ് നമ്മളുടെ cyclic subgroup generated by 6. അത് ഈ സബ്ഗ്രൂപ്പിൻ്റെ ഉള്ളിലുണ്ട്. So that means we can say that this subset is a subgroup of, this group is a subgroup of, ഒരു ബ്രാക്കറ്റ് ഇടാൻ ഞാൻ മറന്നുപോയി, this group is a subgroup of 3. So this is how you draw subgroup diagram. ഇതുപോലെ തന്നെ Z12ൻ്റെ Z18ൻ്റെ സബ്ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. മനസ്സിലാവാൻ കുറച്ച് പാടാണ്, കാരണം ഒരൊറ്റയടിക്ക് അത് കിട്ടണം എന്നില്ല. ഈ തിയറംസിൻ്റെ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ പറയാം. ഓക്കെ, സൈക്ലിക് സബ്ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് വളരെ സിമ്പിളാണ്, പക്ഷേ ഒന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കാൻ റെഡിയാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഈസിലി. ഓക്കെ, സോ താങ്ക് യു.